മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തമിഴക രാഷ്ട്രീയം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് വിജയുടെ സത്യപ്രതിജ്ഞയൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ വലിയ രീതിയിൽ മാറ്റങ്ങളാണ് തമിഴക രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തന്നെ തമിഴ്നാടിന്റെ ഗവർണറാക്കി എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് ഒരു സംസ്ഥാനത്ത് തൻ്റെതായ നിലപാട് ഉറച്ച കാൽവപ്പോടുകൂടെ മുന്നോട്ട് പോകുന്നത് എന്നതുകൂടിയാണ് നമ്മൾ വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ കൊണ്ട് കോൺഗ്രസിന് ദോഷമല്ലാതെ ഒരു ഉണ്ടയും വരാൻ പോകുന്നില്ല എന്നുള്ളതും ലേറ്റസ്റ്റ് ആയിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ആദ്യം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് സമയത്ത് വിളിച്ചു പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കും. നിങ്ങൾ കേട്ടു. My brother Stalin, elder brother Stalin. I don't call any other politician brother. നിങ്ങൾ കേട്ടില്ലേ? എന്റെ സഹോദരൻ, എന്റെ മൂത്ത സഹോദരൻ. ഞാൻ മറ്റൊരു രാഷ്ട്രീയക്കാരനെയും ഇങ്ങനെ വിളിച്ചിട്ടില്ല. സ്റ്റാലിന് വേണ്ടി പറയാ, എന്റെ സഹോദരൻ, മൂത്ത സഹോദരൻ സ്റ്റാലിൻ. യജാതി പ്രേമമാ ഈ പറയുന്ന രാഹുൽ ഗാന്ധി അങ്ങ് പ്രകടിപ്പിച്ചത്. കോൺഗ്രസും DMKയും യജാതി കെട്ടിപ്പിടിക്കല. തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതേ, റിസൾട്ട് ഒന്ന് വന്നു, സ്റ്റാലിൻ ഒന്ന് വീണു, പിന്നെ നമ്മൾ എന്ത് കണ്ടു? ബ്രദർ എന്ന് വിളിച്ച, മൂത്ത സഹോദരൻ എന്ന് വിളിച്ച രാഹുൽ ഗാന്ധിയും ടീമും എവിടെയെത്തെ? അതുവരെ തെറി വിളിച്ചിരുന്ന വിജയുടെ മടിയിൽ പോയി, വിജയുടെ മൂട്ടിൽ പോയി നിന്നു. കോൺഗ്രസിന്റെ 5 MLA-മാർ പറയുന്ന DMKയുടെ തണലിൽ വിജയിച്ചിട്ടുള്ള കോൺഗ്രസ് എവിടെ എത്തി? കോൺഗ്രസ് നേരെ വിജയുടെ മൂട്ടിൽ പോയി നിൽക്കുക. 5 സീറ്റുണ്ട്, 5ഉം കൊണ്ടുപോയിട്ട് വിജയുടെ അടുത്ത്. ഈ രാഹുൽ ഗാന്ധിയാണോ സ്നേഹത്തിന്റെ കട രാജ്യം ഒന്നടങ്കം തുടങ്ങുന്നത്? വെറുപ്പിന്റെ, ചതിയുടെ, വഞ്ചനയുടെ കടയല്ലാതെ ഈ രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്ത് എന്തെങ്കിലും തുടങ്ങാൻ സാധിക്കുമോ? ഇതും മലയാളികൾ വിവേകത്തോടുകൂടെ സുന്ദരമായിട്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യമല്ലേ? രാഹുൽ ഗാന്ധിക്ക് രാജ്യത്ത് വഞ്ചനയുടെ, ചതിയുടെ, കൊടും ചതിയുടെ കടയല്ലാതെ രാജ്യത്ത് തുടങ്ങാൻ സാധിക്കില്ല. ഒരു തർക്കമില്ലാത്ത വിഷയ. തന്റെ സഹോദരനെ, തന്റെ മൂത്ത സഹോദരനെ പച്ചക്ക് വഞ്ചിച്ചൊരുത്തരല്ലേ രാഹുൽ ഗാന്ധി. വഞ്ചിച്ചതിൽ ഇതിനപ്പുറം എന്ത് തെളിവാ വേണ്ടത്? വിജയ് 113 ഉറപ്പിച്ചുകൊണ്ട് ഗവർണറുടെ അടുത്തേക്ക് എന്തുകൊണ്ടാ പോയിട്ടുള്ളത്? ഗവർണറുടെ അടുത്ത് 113 എന്ന് പറയുന്നത് 5 സീറ്റ് കോൺഗ്രസിൻ്റെതാണ്. എന്നിട്ടും 113 ആയിട്ടേ ഉള്ളൂ. 118ലേക്ക് എത്താൻ വിജയ്ക്ക് സാധിക്കുന്നില്ല. 113 അല്ല, 112 ഉണ്ടാവും. 2 മണ്ഡലത്തിലും വിജയ് തന്നെയാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. ഇനി അവിടെ ആര് മത്സരിച്ചാലും വിജയുടേത് തന്നെ വിജയിക്കും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ തന്നെ റിസൾട്ട് കണ്ട സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. 113 സീറ്റ്. അപ്പൊ 118 രേഖാമൂലം തന്നു കഴിഞ്ഞാലേ ഇത് അംഗീകരിക്കൂ. ഈ ഒരു മന്ത്രിസഭ രൂപീകരണത്തിന് സത്യപ്രതിജ്ഞയിലേക്ക് അംഗീകാരം ഉണ്ടാവും. രേഖാമൂലം വേണം. ഗവർണർ കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള ഒരു ചെക്ക് വെച്ചു. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി എന്താണ്, കേന്ദ്ര സർക്കാർ എന്താണ്, അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യൻ ആരാണ് എന്നൊക്കെ മലയാളികൾ ഒരിക്കൽ കൂടി കൃത്യമായിട്ട് തമിഴ്നാട്ടിലേക്ക് നോക്കിയിട്ട് തിരിച്ചറിയണോ? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ തന്നെ എന്തുകൊണ്ട് തമിഴ്നാടിന്റെ ഗവർണറാക്കി പ്രഖ്യാപിച്ചോ? ദീർഘവീക്ഷണത്തോടുകൂടെ അമിത്ഷാ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ചാണക്യന്മാർ കൃത്യമായിട്ട് നരേന്ദ്രമോദി ഉൾപ്പെടെ തമിഴ്നാട്ടിൽ വരാൻ പോകുന്നതിനോ തൂക്കു സമയായിരിക്കും. ഇലക്ഷൻ സമയത്ത് എന്തും സംഭവിക്കാമെന്ന് മുൻകൂട്ടി കണ്ടു. ഗവർണർ, കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ തന്നെ അവിടേക്ക് നിയമിച്ചു. ഇന്ന് അദ്ദേഹം ഡൽഹിക്ക് തിരിക്കുക. ഒരു പക്ഷേ കേരളത്തിലേക്കായിരിക്കും. ഇന്നേതായാലും തമിഴ്നാട്ടിൽ നിന്ന് തിരിക്കുമെന്നുള്ള വാർത്ത വരുന്നു. ഇതെനിക്ക് കൃത്യമായിട്ട് മറ്റൊരു സഖ്യ രൂപീകരണം. ഇപ്പൊ അർദ്ധരാത്രിയിലെ AIDMKയും DMKയും ഒരു സഖ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, തമിഴ്നാട്ടിലെ BJP പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് അവിടെ ഒരു MLA മാത്രമാണ് ഇത്തവണ വിജയിച്ചു കയറിയിട്ടുള്ളത്. അവിടെ പിടിമുറിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ AIDMKയും DMKയും സഖ്യത്തിൽ വന്നാൽ ഇവിടെ BJP കൃത്യമായിട്ട് അവിടെ ഒരു ഭാഗമായിട്ടുണ്ടാവും. ഇനി ഈ AIDMKയും TVK വിജയുടെ പാർട്ടിയുമായിട്ട് സഖ്യത്തിൽ വന്നാലും
അവിടെയും BJP ഉണ്ടാവും കൃത്യമായിട്ട് മുന്നണിയുടെ ഭാഗമായിട്ട്. അതായത് ഒരു സംസ്ഥാനത്ത് BJP ഇല്ലാത്തിടത്ത് അതെങ്ങനെ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് ആ ഒരു ജനസ്വീകാര്യതയിലേക്ക് എങ്ങനെ BJP എത്തിക്കണം എന്നൊക്കെ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയാം. ഒന്നുകിൽ സംഭവിക്കും AIDMK DMK സഖ്യം എന്നൊക്കെ പറയുന്നത് ആ ഒരു 118 എത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇനി പറയുന്ന TVKയും AIDMKയും ഒരുമിക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ വലിയൊരു സഖ്യത്തിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. അവിടെ BJP കൃത്യമായിട്ട് ഭരണമുന്നണിയുടെ ഭാഗമാവും. ഒരു MLA ആണെങ്കിലും ഭരണമുന്നണിയുടെ ഭാഗമാകുമ്പോ അതിന്റെ റിസൾട്ട് എത്രത്തോളം വലുതായിരിക്കും? ഇത് മലയാളികൾ തിരിച്ചറിയണോ? ഇവിടെ കോൺഗ്രസ് കൊണ്ടുപോയിട്ട് അങ്ങ് ആത്മഹത്യ ചെയ്തതല്ലേ യഥാർത്ഥത്തില്? സ്വന്തം പാർട്ടിയെ ഉപ്പ് വെച്ച് കലം പോലെയാക്കുന്നത് രാഹുൽ ഗാന്ധി അല്ലേ? ഇത്രയും കാലം ഒരുമിച്ച് നിന്ന് DMKയിൽ നിന്ന് ചാടി വീണ് TVKയിലേക്ക് പോയി. ഇനി AIDMK DMK സഖ്യം വന്നാൽ ഈ പറയുന്ന കോൺഗ്രസിന് എടുക്കൂ. ഇനി TVK AIDMK ഒരു സഖ്യം വരുമ്പോ ഈ 5 സീറ്റുള്ള ഈ പറയുന്ന കോൺഗ്രസിനെടുത്ത് പുറത്തിടില്ലേ? അപ്പൊ മൂത്ത സഹോദരൻ പറഞ്ഞ് പിന്നെ നിലവിളിച്ച് DMKയുടെ ഭാഗമായാൽ എങ്ങനെ ഇരിക്കും? ഇത് രാജ്യത്തെ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് എത്ര വലിയ കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് വരാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരം കാരണം കോൺഗ്രസ് വീണ്ടും പടുകുഴിയിലേക്ക് വീഴുക. ഇനി അവിടെ ആര് സഖ്യ രൂപീകരണത്തിലേക്ക് വരികയാണെങ്കിലോ കോൺഗ്രസിന്റെ ഗതി എന്ന് പറയുന്നത് അധോഗതിയാണ്, ഗതികെട്ട അവസ്ഥയിലേക്ക്. ഈ കോൺഗ്രസ് TVKയുടെ നേതൃത്വത്തിൽ അവിടെ അധികാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല, അസാധ്യമായിട്ടൊരു കാര്യം. കാരണം 5 സീറ്റേ ഉള്ളൂ. 108ലേക്ക് 5 കൂട്ടിയാൽ 113. ഇനി AIDMKയും TVKയും ഒരു സഖ്യത്തിലേക്ക് വരികയാണെങ്കിൽ പറയുന്ന കോൺഗ്രസിനെ എടുത്ത് പുറത്തൊടു. ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് BJP എങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വളരുന്നു, BJP എങ്ങനെ ഓരോ ചവിട്ടുപടിയും വളരെ വ്യക്തമായിട്ട് വെച്ചു മുന്നോട്ട്. തമിഴ്നാട്ടിലും കൃത്യമായിട്ടൊരു രാഷ്ട്രീയ നീക്കം BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുക. ഗവർണർ നിയമപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ. 118 കിട്ടാതെ ആരെയും വിളിച്ച് അവിടെ മുഖ്യമന്ത്രിയായിട്ട് വായിക്കില്ല എന്നുള്ളത് നമ്മുടെ നിയമ സംവിധാനത്തിൽ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവിടെ ഗവർണറായി നിയമിക്കുന്നു. അദ്ദേഹം കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് ഇടപെടൽ നടത്തുന്നു. ചെക്ക് വെച്ചതുപോലെ തന്നെ ഗവർണർ തിരിക്കുന്നു, തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചിരിക്കുന്നു. ഇനി അവിടെ നടക്കാൻ പോകുന്നത് ഏത് സഖ്യവും ഇനി കൃത്യമായ ഇടപെടലുകൾ AIDMKയുമായി ബന്ധപ്പെട്ടുണ്ടാവും. DMK AIDMK രാഷ്ട്രീയമാണ്. ഏത് രീതിയിൽ വരുമ്പോഴോ അത് BJPക്ക് ഗുണമാക്കുന്ന സുന്ദരമായ ഒരു റിസൾട്ടിലേക്ക് അത് കേന്ദ്ര നേതൃത്വം എത്തിക്കും. ഇങ്ങനെയാണ് BJP കൃത്യമായിട്ട് എല്ലാ നിയമപരമായിട്ടും ആ ജനങ്ങളിലേക്ക് കൃത്യമായിട്ടൊരു സ്വീകാര്യതയിലേക്ക് BJPക്ക് കൃത്യമായിട്ടൊരു ഒരു രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പൊളിറ്റിക്സ് എന്താണ്? ആ സംസ്ഥാനത്ത് ഏതു പാർട്ടിയാണ് വേരൂന്നിരിക്കുന്നത് അവരുമായിട്ട് സഖ്യം, എന്നിട്ട് അത് ഭരണത്തിലേക്ക്. അതാണ് ഒരു പൊളിറ്റിക്സ്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP എന്നും തലയെടുപ്പോട് കൂടി നിൽക്കുന്നതും. രാഹുൽ ഗാന്ധി ഇനി ആരെങ്കിലും ഈ പറയുന്ന MK സ്റ്റാലിനും കൂട്ടരും ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇനി എന്തൊക്കെ പറയാൻ കിടക്കുന്നു? MK സ്റ്റാലിനൊക്കെ ഔദ്യോഗിക പ്രതിപക്ഷമായിട്ട് വന്നാൽ, TVK ഭരണപക്ഷത്ത് വന്നാൽ, ഇനി വരാൻ പോകുന്ന കോൺഗ്രസിനെ തമിഴ്നാട് പൊളിറ്റിക്സിൽ എടുത്തറിയാൻ പോവാ. അത് ഈ ഒരു TVKയുടെ കൂടെ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായി എന്ന് കരുതുക. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ചിത്രം വെക്കാവൂലേ? കോൺഗ്രസിനെ അടുപ്പിക്കാൻ പറ്റൂല. ഒരു പ്രതിപക്ഷ പാർട്ടികളിലെ വലിയ വിശ്വാസ്യതയാണ് രാഹുൽ ഗാന്ധി ഇപ്പൊ തകർത്തത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാ ഇപ്പോ വിജയ്ക്ക് കൈ കൊടുക്കുന്നു, ട്വീറ്റ് ചെയ്യുന്നു. വിജയും രാഹുൽ ഗാന്ധിയുടെ ടൈപ്പോടുകൂടി രാജ്യം നടക്കും. ചതിയനായ വഞ്ചകനായ കൊടും ചതിയനെ, തന്റെ അടുത്ത സഹോദരനെ, തന്റെ മൂത്ത സഹോദരനെ വഞ്ചിക്കുന്ന, വീട്ടിലെ തന്നെ സ്വന്തം സഹോദരനെ വഞ്ചിക്കുന്ന ഒരുത്തൻ ഒരിക്കലും സ്നേഹത്തിന്റെ കട തുടങ്ങാനല്ല, വഞ്ചനയുടെ കൊടും ചതിയുടെ കട മാത്രമേ രാഹുൽ ഗാന്ധിക്ക് രാജ്യത്ത് തുറക്കാൻ സാധിക്കൂ എന്നുള്ളത് രാജ്യത്തെ ജനത തമിഴ്നാട് രാഷ്ട്രീയത്തിലൂടെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് സകലരും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.